വെൽക്കം ടു മൈ ചാനൽ. കേട്ടറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി സോഷ്യൽ സയൻസിൻ്റെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭൗമാന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 125 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയെ സംരക്ഷിച്ചിരിക്കുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. അന്തർദേശീയ ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് തുടങ്ങി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ് ആണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ഏറ്റവും താപനില കൂടിയ പാളിയും തെർമോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് അയണോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തെയും അതിർവരമ്പാണ് കാർമൻ രേഖ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ളത് 1924 മാർച്ച് 30 തുടങ്ങിയിട്ട് 1925 നവംബർ 23 അവസാനിക്കുകയാണ് ചെയ്തത്. 603 ദിവസം നീണ്ടുനിന്ന സമരമാണിത്. ഇതിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, കെ. കേളപ്പൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, സി.വി. കുഞ്ഞിരാമൻ എന്നിവരൊക്കെ. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് സേതു ലക്ഷ്മിബായിക്കായിരുന്നു. ഗാന്ധിജിയുടെ 2ാം സന്ദർശനം 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യദിന അടിസ്ഥാന തത്വം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തെയാണ്. 1924 കാക്കിനഡ സമ്മേളനത്തിൽ ടി.കെ. മാധവൻ അവതരിപ്പിച്ച അയിത്തോച്ചാടനത്തിന് മുന്നോടിയായിട്ടാണ് 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്ത തമിഴ് നേതാവായിരുന്നു ഇ.വി. രാമസ്വാമി നായ്ക്കർ. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തിയ നേതാവായിരുന്നു ഇദ്ദേഹം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമായിരുന്നു ലാലാ ലാൻസ് തലവനായ അകാലികൾ. ഇവർ സൗജന്യ ഭക്ഷണശാല ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമായിരുന്നു വെല്ലൂർ മഠം. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായ കോട്ട് കോയിക്കൽ വേലായുധനും സത്യവർദ്ധനും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ആചാര്യ വിനോബ ഭാവെയെ ഗാന്ധിജിയായിരുന്നു പറഞ്ഞയച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരത്തേക്ക് നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. 1924 നവംബർ 1 ഈ സവർണ ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം.ഇ. നായിഡു ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ മൂലം തിരുനാളും അവസാനിക്കുമ്പോൾ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയുമായിരുന്നു.
സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുറഹ്മാൻ എന്നിവർ. 1925 നവംബർ 23-നാണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത്. ഇന്ത്യയിലെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥികരുമായി ഗാന്ധി ചർച്ച നടത്തിയ മനയാണ് ഇണ്ടൻ തുരുത്തി മന. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ നാഗരികത കേന്ദ്രമേത്? ആൻസർ ഓപ്ഷൻ സി, മോഹൻജദാരോ. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് മോഹൻജദാരോ. ഹാരപ്പ ഖനനം ചെയ്തത് ദയാറാം സേഹ്നി 1921-ലാണ്. പാകിസ്ഥാനിലെ മോണ്ടുഗോമറി അഥവാ സഹിവാൾ ജില്ലയിലാണ് ഹരപ്പ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഇന്ത്യൻ ചരിത്രാതീത കാലത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രൂസ് ഫൂട്ട് ആണ്. ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം രവിയാണ്. രവിയുടെ പഴയ പേര് പരുഷ്ണി എന്നറിയപ്പെടുന്നു. പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. പുരോഹിതന്റെ പ്രതിമ കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മോഹൻജദാരോ. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. രാജസ്ഥാൻ കേന്ദ്രീകരിച്ച സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗാൻ. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് കാലിബംഗാൻ. കാലിബംഗൻ നശിക്കാനുണ്ടായ പ്രധാന കാരണം ഗഗ്ഗാർ നദിയിലെ വരൾച്ചയാണ്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് ധോളവീര. സിന്ധു നദീതട സംസ്കാരത്തിലെ ഭാഗമായ തുറമുഖമാണ് ലോത്തൽ, ഗുജറാത്തിലാണ്. സിന്ധു നദീ സംസ്കാരത്തിലെ നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശമാണ് ലോത്തൽ. ഏറ്റവും ചെറിയ ഹരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. മുത്തുനിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. പഞ്ചാബിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് രൂപാർ. ഹരിയാന കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് ബനാവലി. ഹരപ്പൻ ജനതയുടെ എഴുത്ത് ലിപി ചിത്രലിപി എന്നറിയപ്പെടുന്നു. ഹരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ബൂസ്ട്രോഫിഡോൺ. ഹരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ സ്റ്റിയറൈറ്റ് ആണ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹമാണ് ഇരുമ്പ്. സിന്ധു നദീതട ജനതയ്ക്ക് അറിവില്ലായിരുന്ന മൃഗം കുതിരയാണ്. ആരാധിച്ചിരുന്ന മൃഗം കാളയാണ്. സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗം നായയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം. ആൻസർ ഓപ്ഷൻ സി, സിന്ധു ഗംഗാ സമതലം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചിരിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരുകളായ ഉത്തരപർവ്വത മേഖല. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വതനിരകളാണിവ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ. ട്രാൻസ് ഹിമാലയൻ തിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളമുണ്ട്. കാറങ്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന് ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണിത്. ഹിമാചൽ ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്.
ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിൻ്റെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇത് വിശാലമായ ഒരു എക്കൽ സമതലമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും ഇവ അറിയപ്പെടുന്നു. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗം ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഉപദ്വീപിയൻ പീഠഭൂമിക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാവം ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗമുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, പി തരംഗങ്ങൾ. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം. ഭൂകമ്പങ്ങളുടെ തീവ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങളാണ് റിക്ടർ സ്കെയിലും മെർക്കല്ലി സ്കെയിലും. ഭൂകമ്പം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജിയോഫോൺ. ഭൂകമ്പങ്ങൾക്ക് കാരണമാവുന്ന ചലന കേന്ദ്രമാണ് ഭൂകമ്പനാഭി. ഭൂകമ്പനാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദുവാണ് അതികേന്ദ്രം. ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന സ്ഥലമാണ് അതികേന്ദ്രം. ഭൂകമ്പത്തെ തുടർന്ന് ചലന കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങളുടെ എണ്ണം 3 ആണ്. പ്രാഥമിക തരംഗങ്ങൾ, മധ്യതരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ. ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ, പി എന്നറിയപ്പെടുന്നത്. സീസ്മോഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ. ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ. ഏറ്റവും വേഗത കുറഞ്ഞ ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. ഏറ്റവും അധികം നാശനഷ്ടമുണ്ടാക്കുന്ന ഭൂകമ്പ തരംഗമാണ് പ്രതല തരംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ, ജെയിംസ് ഹാർഗ്രീവ്സ്. 1764 സ്പിന്നിംഗ് ജെന്നി കണ്ടെത്തിയത്. തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട ഉപകരണമാണ് പറക്കുന്ന ഓട്ടം, ഫ്ലൈയിങ് ഷട്ടിൽ. ഇത് കണ്ടെത്തിയത് ജോൺ കെ 1767. ആവിയന്ത്രം കണ്ടെത്തിയത് ജെയിംസ് വാട്ട് 1769. മ്യൂള് കണ്ടുപിടിച്ചത് സാമുവൽ ക്രോംപ്റ്റൺ 1779. പവർലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ടറൈറ്റ് 1785. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ 1713. സ്പിന്നിംഗ് ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ് ആണ്. സേഫ്റ്റി ലാമ്പ് ഹംഫ്രി ദേവി 1816. കാർഷിക വ്യവസായ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യത്തിൻ്റെ ആകെ തുകയാണ് ദേശീയ വരുമാനം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NNP അറ്റ് ഫാക്ടറി കോസ്റ്റിന് തുല്യമാണ്. മൊത്ത ദേശീയോൽപ്പന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെയും വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനത്തിൻ്റെയും ആകെ തുകയെ മൊത്തം ദേശീയോൽപ്പന്നം അഥവാ GNP എന്ന് പറയുന്നു. GNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GDP MP-യോട് കൂടെ NFI ആഡ് ചെയ്താൽ മതി, GNP MP കിട്ടും. അറ്റ ദേശീയോൽപ്പന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഒരു രാജ്യത്ത് ഒരു കൊല്ലം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യത്തിൽ നിന്ന് തേയ്മാനം കുറച്ചതാണ് അറ്റ ദേശീയോൽപ്പന്നം അഥവാ NNP എന്ന് പറയുന്നത്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 1966-69. റോളിംഗ് പ്ലാൻ സംവിധാനം ആവിഷ്കരിച്ചത് ജനതാ ഗവൺമെൻറ്റാണ്. 1978-80 കാലഘട്ടങ്ങളിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലാണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഗുർനാർ മിർഡാൽ. ഗുർനാർ മിർഡാലിൻ്റെ പ്രശസ്ത കൃതിയാണ് ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്.
ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലയാണ് കൃഷി ജലസേചനം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോ ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആരംഭിച്ച ജലസേചന പദ്ധതികളാണ് ബക്ര നങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ. യൂണിവേഴ്സൽ ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. സാമൂഹ്യ വികസന പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 നിലവിൽ വന്നത്. മഹൽനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായ പുരോഗതിയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ ബ്രിട്ടീഷ് സഹായത്തോടെ, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യൻ സഹായത്തോടെ, റുർക്കേല ഒഡീഷ ജർമ്മൻ സഹായത്തോടെ. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1969. ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ എന്ന ആഹ്വാനം ചെയ്ത പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ശ്രീമതി ഇന്ദിരാഗാന്ധി 1975 20 പരിപാടി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും ഉപലക്ഷ്യമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ലക്ഷ്യമാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. സുസ്ഥിര വികസനം പ്രധാന ലക്ഷ്യമാക്കിയ പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കേരളം. ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ 300 സെൻറ്റിമീറ്ററാണ്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയാണ് റബ്ബർ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. മണ്ണില്ലാത്ത കൃഷിയാണ് ഹൈഡ്രോപോണിക്സ്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സർക്കാർ തല സംരംഭമാണ് VFPCK, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യത കൃഷിരീതി. അടുത്ത ക്വസ്റ്റ്യൻ, ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തഞ്ചാവൂർ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ചോള രാജാവായ രാജരാജൻ. പല്ലവ രാജാവായ നരസിംഹന്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പഞ്ചരഥങ്ങളാണ്. പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരമാണ് മഹാബലിപുരം. തെക്കേ ഇന്ത്യയിലെ കാഞ്ചിപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയവരാണ് പല്ലവന്മാർ. കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. കൊർണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചന്ദ്രഭാഗ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്? ആൻസർ ഓപ്ഷൻ എ, ഐസോബാറുകൾ. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോഹെയ്റ്റുകൾ. തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ രേഖപ്പെടുത്തുന്ന രേഖകളാണ് ഐസോക്രോണുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരമുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖ. തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ, ഐസോതേമുകൾ. സമുദ്രത്തിൽ ഒരേ ആഴമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഐസോബാത്തുകൾ. കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഐസോടാക്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്?
ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രാഷ്ട്രതന്ത്ര ശാഖയാണ് സെഫോളജി. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 324. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-ന്. 2011 മുതൽ ജനുവരി 25-ന് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. രമൺ മാഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ക്രമം ഇംപീച്ച്മെൻ്റ് ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത്. ലോകസഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭാംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ തുടങ്ങിയവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. MLA, MP എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോടതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ഡൽഹിയിലാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയാണ് VS രമാദേവി. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 326. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ സി M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. സാമ്പത്തിക നോബൽ നേടിയ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. 1998 നേടിയത്. വെൽഫെയർ എക്കണോമിക്സിന് നൽകിയ സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം നൽകിയത്. അമർത്യ സെൻ്റെ പ്രധാന കൃതികളാണ് പോവർട്ടി ആൻഡ് ഫാമിംഗ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രീഡം. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം നൽകിയ കമ്മീഷൻ്റെ ചെയർമാനാണ് DS കോത്താരി. 1964 ഈ കമ്മീഷൻ രൂപീകരിച്ചത്. കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവ. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവനാണ് തുങ്കൻ. തുങ്കൻ കമ്മിറ്റി 1989 രൂപീകരിച്ചത്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് തുങ്ക കമ്മിറ്റിയെ നിർദ്ദേശിച്ചത്. 1975-77 കാലഘട്ടത്തിലെ ഇന്ത്യൻ അടിയന്തരാവസ്ഥയിൽ നടന്ന അതിക്രമങ്ങളും അധികാര ദുർവിനിയോഗവും അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയാണ് ഷാ കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായ ജനാധിപത്യ ധ്വംസനങ്ങൾ, നിർബന്ധിത വന്ധ്യീകരണം, മാധ്യമ സെൻസർഷിപ്പ് എന്നിവയെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന കമ്മീഷനാണ് ഷാ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് എത്ര കാലം വരെ തൻ്റെ പദവി വഹിക്കാനാവും? ആൻസർ ഓപ്ഷൻ ഡി 65 വയസ്സ്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹി. സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ്. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് 8 ആളുകൾ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേര് ഇംപീച്ച്മെൻറ്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം തെളിയിക്കപ്പെട്ട ദുർപ്രവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തി.
സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 100 അംഗങ്ങളുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 50 അംഗങ്ങളുടെ പിന്തുണ വേണം. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. അതാണ് കേവല ഭൂരിപക്ഷത്തിൽ. എന്നാൽ ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് നേരിട്ട ജഡ്ജിയാണ് വി രാമസ്വാമി 1993. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തുന്നത് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 143 അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്.